ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയിട്ട് വന്നിരുന്ന വണ്ടിയാണ്. അതായത് പിസ്റ്റം പിടിച്ച വണ്ടി, എൻജിൻ പിടിച്ച് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളത് വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണത്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു വാറണ്ടി കാലാവധി പറയണത്. അതിനകത്ത് നമ്മൾ 3 പെയ്ഡ് സർവീസ് വരും, ഒരു ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീനിങ്ങും വരും. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചെയ്തേക്കണ കിലോമീറ്റർ 95,350 കിലോമീറ്ററാണ് മീറ്ററിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് മാറ്റിയേക്കണ പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതൊക്കെയാണ്. എൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിസ്റ്റൺ ഐറ്റംസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് പഴയ ക്രാങ്ക് ഷാഫ്റ്റ്. പിസ്റ്റണൊക്കെ അതിൻ്റെ ഉരുകി പിടിച്ച് അതിലേക്ക് ഫുള്ള് സ്റ്റക്കായിരിക്കുകയായിരുന്നു. സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടുണ്ട്. വാൽവ്, അതേപോലെ വാൽവിൻ്റെ ഗൈഡ്, എൻജിനകത്ത് തന്നെ ക്യാം ചെയിൻ, ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾ, ഗിയർ ബോക്സിനകത്ത് വന്ന 2 ബെയറിംഗ് സെറ്റ് മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽട്ടർ, അതൊക്കെയാണ്. പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. പിന്നെ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ 3 പാർട്ടായിട്ടാണ്. ഒന്ന് പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗം, അതായത് സിലിണ്ടർ, ഹെഡ്, പിസ്റ്റൺ, ആ ഭാഗം വരുന്നുണ്ട്. പിന്നെ അവിടെ പവർ ജനറേറ്റ് ചെയ്യണ ആ പവറിനെ CVT ക്ലച്ച് വഴി ഗിയർ ബോക്സിലേക്ക് വന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ CVT ക്ലച്ച് ഒരു പാർട്ടാണ്. ബാക്കിൽ വന്ന ഗിയർ ബോക്സിൻ്റെ സെക്ഷൻ, ഗിയർ ട്രാൻസ്മിഷൻ വേറൊരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് മേജറായിട്ടുള്ള പ്രോബ്ലം അല്ലാത്തത് കൊണ്ടും നമുക്ക് പുറമേ നിന്ന് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിപ്പയറിങ്ങിനായിട്ട് അഴിക്കണ സമയത്ത് തേമാനുള്ള ഭാഗങ്ങൾ മാറ്റാൻ പറ്റും എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയിട്ട്. അതിനകത്ത് ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളിക്കൊക്കെ അത്യാവശ്യം തേമാനമുണ്ട്. പക്ഷേ എല്ലാം കൂടി നമ്മൾ മാറ്റി വരുമ്പോൾ നല്ല എമൗണ്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മെയിനായിട്ട് വേണ്ട നമുക്ക് എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഗിയർ ബോക്സിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകളാണ്. 2 ബെയറിങ്ങും അതിൻ്റെ ഓയിൽ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് നമ്മൾ ചെയ്തേക്കണേ. ഹെഡിനകത്ത് വരുമ്പോൾ അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്, വാൽവ് ഗൈഡൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ്, അതിൻ്റെ ഓയിൽ സീലുകൾ, അതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണ വർക്ക്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. മാറ്റിയാണ് പാർട്സിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ വാറണ്ടി പീരീഡിൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്നുവെച്ചാൽ നമുക്ക് ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, അത് ഏതാണോ ഫസ്റ്റ് വന്നത്. ഇപ്പോൾ നല്ല ഓട്ടം ഉള്ള വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ പെട്ടെന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1000 കിലോമീറ്റർ നമ്മൾ കണക്ക് കൂട്ടണം. ഇനി ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മാസം തികയുമ്പോൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓയിൽ മാറ്റണം. ഓയിലിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ആ വന്ന കൂട്ടത്തിൽ കൂടെ ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ 1 മാസത്തിനുള്ളിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയണതിൻ്റെ കേസ്. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് വരാം. പെയ്ഡ് സർവീസാണ്. നമ്മൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. ജനറലായിട്ടുള്ള ചെക്കപ്പ് അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാകും. വാറണ്ടി പീരീഡിൽ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കണം. കാരണം എന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ്, എൻജിൻ ട്യൂണിങ്ങിൻ്റെ കേസ്, ഓയിൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ്, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് പോകണം. അത് ഓരോ 4 മാസം കൂടുമ്പോഴാണ് വന്നത്. ഞാൻ അതിൻ്റെ ഡേറ്റൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തരാം. പിന്നെ 1000 കിലോമീറ്ററിന് ശേഷം ഓരോ 3000 കിലോമീറ്റർ നിർബന്ധമായിട്ടും എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടാവണം. അത് നമ്മുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡിൽ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ വന്നാൽ, എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് പ്രത്യേകം അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബില്ല് കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അതിനകത്ത് പാർട്സുകൾ മാറ്റിയേക്കണ പാർട്സുകളാണ് നമ്മൾ വാറണ്ടി പറയാം. അതിനകത്ത് റബ്ബർ സൈഡ്, ഓയിൽ സീലുകൾ, ഗ്യാസ്കറ്റ് ഐറ്റംസ്, അതൊന്നും വാറണ്ടിയുടെ പരിധിയിൽ വന്നതല്ല. അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് വാറണ്ടി കിട്ടാത്ത ഐറ്റംസാണ് ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ, ഓറിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് നമുക്ക് ഇതിനകത്ത് വരില്ല. പിന്നെ ആ ബില്ല് കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതിനകത്ത് ആ മാറ്റിയേക്കണ പാർട്സുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കൃത്യമായിട്ടും അത് മാറിപ്പോൾ കൺഫ്യൂഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് പറയേണ്ട കേസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏത് മാസമാണ് സർവീസ് വരുന്നത്, അതിൻ്റെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാവും. അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് സർവീസ് 4 മാസത്തിലേക്ക് ചെയ്യണമെന്ന് പറയാണ്ട് നമ്മൾ കൃത്യമായിട്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യത 99% കുറവാണ്. ഇനി അങ്ങനെ ചെയ്തിട്ടും കംപ്ലയിൻറ്റ് വന്നാൽ അതിനാണ് നമുക്ക് വാറണ്ടി പ്രയോജനപ്പെടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാറണ്ടി ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കറക്റ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. കാരണം ഞാൻ നല്ല ഓട്ടം ഉണ്ട്, വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെങ്കിൽ 12,000 കിലോമീറ്ററാണ് നമ്മൾ പരിഗണിക്കുക. അതിനകത്ത് മീറ്റർ റീഡിങ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഓട്ടം കുറവാണെങ്കിൽ ഒരു വർഷം. അപ്പോൾ ഏതാണോ ആദ്യം വരുന്നത് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബില്ലാക്കി ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ വിളിച്ച് പറയാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻജിൻ സംബന്ധമായിട്ടുള്ള ഈ ഒരു വർക്ക് മാത്രമാണ് നമ്മൾ അതിനകത്ത് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഹാൻഡിൽ വെയറിങ് കോൺസെപ്റ്റൊക്കെ അടിക്കുന്നുണ്ട്. ഓടിക്കുമ്പോൾ നമുക്ക് അതൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ഇളകണ പോലത്തെ ഒരു കംപ്ലയിൻ്റൊക്കെ കിട്ടിയാറാവും. പക്ഷെ അതൊന്നും നമുക്കിതിനകത്ത് പറഞ്ഞിട്ടില്ല. എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കാണ്. ഇനി അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആ ഫിൽറ്റർ ക്ലീനിങ്ങിന് കയറുന്ന സമയത്ത് അത് മാറണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അത് നോക്കിയിട്ട് പറഞ്ഞാലും മതി. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇനി സേവ് ചെയ്ത് വയ്ക്കുക. ഡീറ്റെയിൽസ് ഞാൻ ബില്ലിനകത്ത് തന്നെ എഴുതി തന്നേക്കാം. സർവീസ് ചെയ്യേണ്ട ആഫ്റ്റർ സർവീസായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട ഡേറ്റുകൾ ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തന്നേക്കാം. ഓക്കെ.